Sell me this pen. ഈ ഒരു ചോദ്യം നിങ്ങൾ സെയിൽസ് ഫീൽഡിലാണ് നിങ്ങൾ ജോബ് നോക്കുന്നതുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ഫീൽഡിലാണ് നിങ്ങൾ പറയുന്ന ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ഈ ഒരു ചോദ്യം എപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് എത്തിപ്പെട്ടേക്കാം. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ മറികടക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫ്രഷർ ആണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വേറെ ഒരു ജോബ് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ഫ്രഷറാണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവർ നിങ്ങളൊരു പേന തന്നിട്ട് നിങ്ങൾ ഇത് വിറ്റ് തരുമെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ പേന എടുത്തിട്ട് സാർ ഇത് ഇങ്ങനത്തെ ഫീച്ചറുള്ള നല്ല പേനയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിൽക്കാനേ നോക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് പുറമെ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് പറഞ്ഞുതരാം. നമ്മളിത് നമ്മൾ മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് എങ്ങനെ സെല് ചെയ്യണമെന്നാണല്ലോ. നമ്മൾ ഈ പേന വിറ്റ് തരുന്നവർ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിൽക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആർക്കാണ് വിൽക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക, നമ്മളൊരു കസ്റ്റമർക്കാണ് നമ്മൾ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം കസ്റ്റമർ ആരാണെന്ന് അറിയാൻ നമുക്ക് ഫസ്റ്റ് കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ കസ്റ്റമർ എവിടെയാണ് വർക്ക് ചെയ്യണമെന്ന് ഫസ്റ്റ് ചോദിക്കുക. മാത്രമല്ല കസ്റ്റമർ ഇപ്പോൾ ഏത് പേനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുക. ഇപ്പോൾ കസ്റ്റമർ ഉപയോഗിക്കുന്ന പേനയാണെങ്കിൽ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുക. എത്ര കാലം കൊണ്ടാണ് ഈ പറയുന്ന ബ്രാൻഡ് സ്പെസിഫിക് ബ്രാൻഡ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുക. ഇത്രയും ചോദിക്കുമ്പോൾ തന്നെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ അഡീഷണൽ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു ബ്രാൻഡിനാണ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ തന്നെ ഒരു സജഷൻ ചോദിക്കുക. സാർ ഇപ്പോൾ ഇത്ര കാലമായിട്ട് സാർ ഈ ഒരു പേനാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇതിൽ സാറിന് എന്തെങ്കിലും സജഷൻസ് ഈ പേനയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന പേനയ്ക്ക് എന്തെങ്കിലും പേന അല്ലെങ്കിൽ പേന പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്ക് എന്തെങ്കിലും സജഷൻ സാറിന് പറയാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം കസ്റ്റമർ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് എൻ്റെ പേന ഇത് കുറച്ച് ബെറ്റർ ആയിരുന്നു, പക്ഷേ ഇതിലെൻ്റെ സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലൈറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു എന്ന് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ എന്തെങ്കിലും അവർ പറയാൻ സാധ്യതയുണ്ട് സജഷൻ നമ്മളവിടെ ചോദിക്കുമ്പോൾ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് പറയുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന പേന ഞാൻ വർഷങ്ങളോട് ഉപയോഗിക്കുന്ന പേനയാണ്, പക്ഷേ എൻ്റെ സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേനയെ കുറച്ച് വെയിറ്റ് കുറവായ കൊള്ളാമായിരുന്നു എൻ്റെ സജഷൻ ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഇത് കിട്ടിയ ആൻസർ കിട്ടി. കസ്റ്റമർ പ്രിഫേഴ്സ് ലൈറ്റ് വെയിറ്റ് പെൻ. നിങ്ങളെ പേന ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി കിട്ടി. പിന്നെ ബ്രാൻഡിങ്, ഇതുപോലെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ പറയുന്ന സെല്ലിങ്ങിലോട്ട് കിടക്കുക. അതിന് പുറമെ നമ്മൾ എക്സ്പീരിയൻസും കൂടി കസ്റ്റമർക്ക് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു കാർ കമ്പനി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, കാർ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുക. നോർമലി അവർ വന്നതിൻ്റെ ഫസ്റ്റ് കാറിൻ്റെ എഞ്ചിൻ CC ഇതൊക്കെയാണോ പറയുന്നത്. ഫസ്റ്റ് കസ്റ്റമർക്ക് അവർ എക്സ്പീരിയൻസ് കൊടുക്കും. അത് എങ്ങനെ എക്സ്പീരിയൻസ് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കാർ നോക്കാൻ വരുമ്പോൾ കസ്റ്റമറിനെ കാറിലോട്ട് ഇരുത്തും അവർ. ഫോർ എക്സാമ്പിൾ അവർ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് വീലിലെടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ അവർ ഇരുത്തും. അതുപോലെ തന്നെ ബാക്ക് സ്പേസ് ഉണ്ടല്ലോ, ബാക്കിലുള്ള സീറ്റിൽ അവർ കൊണ്ടിരുത്തി ലെഗ് സ്പേസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് അവരത് ചോദിച്ച് മനസ്സിലാക്കും. സാർ ഹൈറ്റ് കണ്ട് ഇത്രയും ഹൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പീരിയൻസ് അവർ കൊടുക്കും. ആ എക്സ്പീരിയൻസ് അവർ കിട്ടിയതിന് ശേഷം കസ്റ്റമർ കുറച്ച് ഹാപ്പിയാണ്. കാരണം എക്സ്പീരിയൻസ് കസ്റ്റമർ ചെയ്തതിന് ശേഷമായിരിക്കും ഈ പറയുന്ന എഞ്ചിനും കാര്യങ്ങളിലോട്ടൊക്കെ അവർ കടക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേന എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം കസ്റ്റമർ കൊണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കുക, നമ്മളെ പേന അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. നമ്മളെ പേന അവരെ കൊണ്ട് എഴുതിപ്പിച്ചതിന് ശേഷം സാർ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതിന് പുറമെയാണ് നമ്മൾ ഈ പറയുന്ന സെയിൽസിലുള്ള ഇതിലോട്ട് കിടക്കുക. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളെ പേന ഈ പറയുന്ന സ്മഡ്ജ് പ്രൂഫ് ആണെങ്കിൽ സ്മഡ്ജ് പ്രൂഫിൻ്റെ കാര്യം പറയുക. ഈ കസ്റ്റമർ എഴുതിയതിന് ശേഷം സ്മഡ്ജ് പ്രൂഫിൻ്റെ കാര്യം പറയുക, ലൈറ്റ് വെയ്റ്റിൻ്റെ കാര്യം പറയുക. അതുപോലെ തന്നെ സാറിൻ്റെ നിങ്ങളെ ഈ പേനയുടെ ബ്രാൻഡിൻ്റെ കാര്യം പറയുക. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ ഏകദേശം ഒരുവിധ ധാരണയിലെത്തും പേന വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നുള്ളത്. ഇത്രയാണ് നമ്മൾ ചെയ്തെടുക്കാനുള്ളത്. ഇതാണ് സെൽ മി ദിസ് പെൻ എന്നുള്ള ഉത്തരം. അവർ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ചോദ്യം അവരോട് ചോദിക്കുക. ഈ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കുക കസ്റ്റമർ ആരാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പേന സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ.